ഗൈസ്, ഡേ 3. ഡേ 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവർക്കും ഇങ്ങനെ വൈക്കായിരിക്കുന്നു. സോ ഒന്നും പറയാൻ പറ്റില്ല. ഇഷ്ടമാണ്, നല്ലൊരു ഇതാണ്. ഫുഡ് കഴിച്ചിട്ട് വരാം. ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ഞങ്ങളാണ് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ എത്തണം. എന്താണെന്നറിയില്ല, എങ്ങനെ പോലും ഞാനും ശങ്കു ലേറ്റാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇഡ്ഡലി ദോശ ഒന്നും കഴിക്കുന്ന ഒരു ഫീല് കിട്ടുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ഒന്നാമത് രാവിലെ എണീറ്റ് പോകാൻ തോന്നാത്തത്. കൂടെ കുറ്റം പറഞ്ഞാലും മാക്കിന് കഴിക്കുന്നതിൽ ഒരു കുറവ് ഞാൻ വരുത്തില്ല. ആൻഡ് ഇറ്റ്സ് അവർ ഫൈനൽ ഡേ അറ്റ് മലേഷ്യ. അപ്പം ബാഗൊക്കെ പാക്ക് ചെയ്ത് ഹാർട്ടിൽ ചെക്കൗട്ട് ചെയ്യാണ്. കുറച്ച് 2-3 സ്ഥലത്തോട്ട് കറങ്ങി നേരെ എയർപോർട്ടിലേക്കാണ്. സോ ഇനി എന്താ മലേഷ്യയിൽ വരാമെന്നൊന്നും അറിയില്ല. ഇൻഷാല്ലാ ഒരു വട്ടോടെ വിസിറ്റ് ചെയ്യണം. അത്രയും അടിപൊളി സ്ഥലമാണ്. ഫസ്റ്റ് നമ്മളെ കൊണ്ടത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാട്ടോ. അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ചോക്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാൽ നമ്മൾ ഒഴിവാക്കത്തില്ല, നമ്മൾ മലയാളികളാണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും ഒരേ ടേസ്റ്റ്, ഒന്നിന്റെ പേര് ഓർമ്മല്ല. കിട്ടുന്ന വാങ്ങി തിന്നുന്നുണ്ട്. രണ്ടാമത് ചോക്ലേറ്റ് ഇട്ടെങ്കിൽ ഞങ്ങൾ ലുക്ക് മാറ്റി കയറിയതാ. കിട്ടി. 10 വയസ്സം മേടിച്ചു. എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം. ഇനി അടുത്ത ലുക്കിൽ വേറെ കുപ്പായിട്ട് കയറും. എനിക്കൊരു ഷാളും. ജാക്ക് ഫ്രൂട്ട് പോലെയുള്ള ഫ്രൂട്ട് ഇവിടുത്തെ എന്തോ വൺ ഓഫ് ദ ഫേമസ് ഫ്രൂട്ട് ആണ്. അപ്പൊ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടെ പോയി നിൽക്കുന്നത്. നമുക്ക് റിയാക്ഷൻ. Actually, my nose is closed, so I don't smell anything. Then he put the durian to my nose. I am done. You're done? ശുഭദിനം. ഇതിപ്പോ ഞമ്മക്ക് എല്ലാവർക്കും കഴിക്കുന്നത്. ഒരു കൊള്ളി ആകെ ഇത്രേ ഉള്ളൂ. നോക്കൂ. കുറച്ചുകൂടി ചിക്കൻ തരട്ടെ, ചിരടി ചിക്കൻ തരട്ടെ. കണ്ടോ, ഇവന് കാവ വേണമെന്നാ പറയുന്നത്. കാവ 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 കടത്തായിട്ടേ. എന്നാലോ ആകെ കടലിന്റെ അടുക്കാക്കലിന്റെ അത്രയൊക്കെ ഉള്ളൂ. എന്താന്നൊരു ചോദിക്കണില്ല, തരുന്നൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടല്ലോ റബ്ബേവന്. ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ പായസം ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും ഡീസന്റാ. ഇതിൻ്റെത് മാത്രം ഇത് ആര് തീർക്കോ? ചപ്പാത്തി സമ്മതിച്ച് തിന്നുന്നേ. ടൈം വളരെ കുറവായിരുന്നു. ബിക്കോസ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു തുഗൂനിക്കര അങ്ങനത്തെ ഒരു സ്ഥലത്തും പിന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലേ പോയിട്ടുള്ളൂ. ഇപ്പോൾ പർച്ചേസിങ്ങിന് വന്നതാണ്. അപ്പോൾ ഈ തുഗൂനിക്കര ഏതാണ്ട് അങ്ങനത്തെ സ്ഥലം. അവിടെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് ഞാൻ ഫോട്ടോസ് എടുത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ ട്രിപ്പ് ഏറ്റവും അടിപൊളിയാക്കി ഞങ്ങളെ ഗൈഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വെൽക്കം ടു മലേഷ്യ. ஹம்னாவோட சேனலை லைக் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க, பெல் பட்டனை மறந்துடாம கிளிக் பண்ணுங்க. சொல்லுங்க ഞങ്ങളെ പറ്റി. இவங்க ஒரு வண்டர்ஃபுல் ஃப்ரெண்ட்ஸ். கேரளத்திலிருந்து கொச்சின்ல வந்து இவங்களை சந்திச்சதுல பெரும் மகிழ்ச்சி. அருமையான நண்பர்கள். எனிவே நிறைய பேர் இவங்களை ஃபாலோ பண்ணுங்க. எல்லாம் நல்லா அழகா இருக்கிறாங்க. ஒன்றும் கல்யாணம் பண்ணல, ரொம்ப முக்கியமான விஷயம். ഐ തിങ്ക് 1 hour ആയിരുന്നു നമുക്ക് പർച്ചേസിങ്ങിന് തന്ന ടൈം. ഓരോരുത്തർ ഓരോ വഴിക്ക് തെറിച്ചു പോയി. മനുഷ്യരാന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രീ ഹഗ് കൊടുത്തിട്ട് കണ്ണുകൾ എവിടേക്കും തിരിക്കാതെ നമ്മൾ നടന്നു പോവുകയാണ് ഗൈസ്. എങ്ങോട്ടും നോക്കണ്ടല്ലേ? ഇല്ല, എങ്ങോട്ടും നോക്കണ്ടല്ലേ. ഹായ് ഡാ. ഹലോ ഡാ. കുറേ പെർഫ്യൂം വാങ്ങിച്ചു.
ഇവിടെ എന്താ അടിപൊളി സ്മെല്ലുള്ള പെർഫ്യൂംസ് ആണെന്നറിയോ? നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷെ നല്ല റേറ്റും കിട്ടും. എൻ്റെ മിന്നുകാനി സിനാനി ഞാൻ ഭാവിയിൽ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഒരു പെണ്ണിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകണം ക്ഷമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മലേഷ്യ മാർക്കറ്റ്. മലേഷ്യയിൽ എല്ലാത്തിനും നല്ല കത്തുന്ന പൈസ. ഞാൻ വാങ്ങിയില്ല, എന്റെ കിട്ടിയില്ല അത്. താങ്ക് യു. ലൈറ്റ് എത്തുന്നു. നിങ്ങളുടെ കത്ത് വാവ്. നല്ല കളക്ഷനും നല്ല പൈസയും. അത് നമ്മളൊന്നും വാങ്ങില്ല. എന്താ കേട്ടല്ലേ ഗൈസ്? ഇപ്പൊ നമ്മള് ഡേ 3 കാര്യമായ ഒന്നുമില്ല, ഓൺലി പർച്ചേസിങ്. അത് പർച്ചേസിങ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര തിരക്കിലായിരുന്നു. ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. ഇന്ത്യയിലേക്ക് മടങ്ങി പോവാണ്. അധികം ലഗേജിന്റെ പ്രശ്നം മലേഷ്യ നല്ല മിസ് ചെയ്യുന്നുണ്ട്. അതാണ് കാര്യമായിട്ടൊന്നും വാങ്ങാൻ കഴിയില്ല. ബിക്കോസ് എക്സസ് ബാഗേജ് ഒന്നും റെഡിയാക്കാത്തതുകൊണ്ട് പിന്നെ ലഗേജ് കൂടിക്കഴിഞ്ഞാൽ സീൻ വരുമല്ലോ. എന്നാലും കുറച്ച് ചോക്ലേറ്റ്സും കുറെ പെർഫ്യൂംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പെർഫ്യൂംസ് ഉണ്ട്. വേറെ ഒന്നും വാങ്ങിയില്ല കാര്യമായിട്ട്. പർച്ചേസിങ് തൃപ്തിയായില്ല. രാവിലെ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് പർച്ചേസിങ് ടൈം വെറും 2 hour കിട്ടിയിട്ടുള്ളൂ. അപ്പം അത് തൃപ്തിയായിട്ടില്ല. പിന്നെ ഇപ്പൊ ഇനി നേരെ എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇനി വാങ്ങണം എന്ന് വിചാരിക്കും. സോ ഗൈസ്, മലേഷ്യ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 10th ട്രിപ്പ് കൊറോണ ടൈമിലായിരുന്നു. +2 ട്രിപ്പ് ഞാൻ പോയില്ല. പിന്നെ ഞാൻ പോണേ ഇപ്പോൾ ഇവരെ കൂടാണ്. ട്രിപ്പ് പോയിട്ടുണ്ട്, പക്ഷേ ഈ കോളേജ് വൈബിൽ പോണത് ഇവരെ കൂടാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ട്രിപ്പിന്. അതുപോലെ തന്നെ ഇവരൊക്കെ നല്ല മിസ് ചെയ്യും. ഈ ഡേയ്സ് നല്ലോണം മിസ് ചെയ്യും. കുറച്ച് ദിവസമാണെങ്കിലും അടിപൊളിയായിരുന്നു. കുറച്ച് ദിവസം 2-3 ദിവസമാണെങ്കിലും അടിപൊളിയായിരുന്നു സത്യം. കാരണം ഫോണ് സിം എടുക്കാത്തതുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് റൂമിൽ കയറുമ്പോഴേ വൈഫൈ കിട്ടുള്ളൂ. ആ ഒരു സമയത്ത് ഫോൺ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇൻസ്റ്റ കളിക്കുന്നില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യം ഫുള്ളാക്കട്ടെ. ഈ 3 days സിം കാര്യങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്കായതുകൊണ്ട് സിമ്മിലയച്ച് 3-4 ദിവസത്തേക്കായതുകൊണ്ട് സിമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് സിം ഒന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഒന്നുമില്ല, സമാധാനം ഉണ്ടായിരുന്നു. ആരും ഫോണ് കളിച്ചില്ല, ആർക്കും ഒപ്പം സ്റ്റോറി ഇടണ്ട, ആർക്കും റീല് കാണണ്ട, ആർക്കും ആരെയും വിളിക്കണ്ട. ചാർജ് ഇല്ല, ഒരൊറ്റ പ്രശ്നം. അതും ഫോണ് ചാർജ് തീർന്നാൽ അതും കഴിഞ്ഞ്. അത്രയും ഫോൺ ആവശ്യമില്ല. അതെ, അതുള്ള കാര്യം. കാരണം എനിക്ക് എൻ്റെ വ്ളോഗിൽ പല കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റാത്ത ചാർജ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ആ സമയത്ത് ഫോൺ കളിച്ചിരിക്കാനോ മാറിയിരിക്കാനോ കോൾ ചെയ്യാനോ ഒന്നും ആരും പോയില്ല. എനിവേ, വളരെ അടിപൊളി ഡേയ്സ് ആയിരുന്നു. ഒക്കെ മിസ് ചെയ്യും. ഇനി എല്ലാവരും 4-5 എല്ലാവരും ഓരോ ഭാഗത്തേക്ക് അങ്ങ് തിരിയും. ജോലിയൊക്കെ കിട്ടി ഓരോരുത്തർ ഓരോ വൈക്കാവും. നമ്മളിങ്ങനെ ഉണ്ടാവും. വ്ളോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യേക്കും. 3-4 വ്ളോഗൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 വന്നാൽ 3ാമത്തെ ഈ വ്ളോഗ് എന്തായാലും വരും. ഇതൊക്കെ എന്തിനറിയോ, കുറേ കാലം കഴിഞ്ഞിട്ട് ഇൻസ്റ്റ അടിച്ചു പോകും, ടിക്ടോക്ക് പോയ പോലെ. പക്ഷെ യൂട്യൂബ് അങ്ങനെ ഇങ്ങനെ അടിച്ചു പോലെ നല്ല പ്രതീക്ഷ ഉണ്ട്. അപ്പൊ യൂട്യൂബിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റില്ല കുറെ കാലത്തിന് ശേഷം. നല്ല രസമായിരിക്കും മെമ്മറീസ്. എല്ലാവർക്കും ഇനി യൂട്യൂബിൽ കാണാം.
song for us. Periyone Rahmane. Periyone Rahmane. Periyone Rahim. Angagale, angagale. ഞാൻ വണ്ടി നിർത്തി പോകുമ്പോഴേ One, two, three, start. കാട്ടപ്പുറല അല്ലയും അല്ല പടച്ചു പാവപ്പെട്ട നമ്മളെയും അല്ല പടച്ചു പൈസക്കാരൻ നിക്കറിട്ട പൈസക്കാരൻ നിക്കറിട്ട ബർമോഡ പാവപ്പെട്ടൻ നിക്കറിട്ട വള്ളി ട്രൗസറ് കണ്ണീരില്ല കരയാട്ടു ജീവിതമില്ല ആഗ്രഹമില്ല പിരിയാട്ടു ഇന്നെനിക്ക് ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ നിന്നുടെ കൂടെ വരാൻ ഞാനില്ല ഇനിയൊരു ജീവിതം തുടരാനാവില്ല കണ്ണീരിൽ മുങ്ങി നനഞ്ഞൊരു സുന്ദര പ്രണയം പറയുന്നു കണ്ണീരാകുന്നു ഉമ്മാന മറന്ന് നിന്നുടെ കൂടെ ഞാനില്ല വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് അടുപ്പിലല്ല എന്റെ നെഞ്ചിലാ അതാ പന്തലിടത്തിന് പെയ്തരിഞ്ഞു എന്റെ കണ്ണീരാ എന്റെ കണ്ണീരാ പിരിയുന്ന കൂട്ടുകാർ നമ്മൾ ഞങ്ങളൊന്ന് പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കണ്ണുനീർ പോലും യാത്രയായി മരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കരയില്ല കണ്ണുനീർ പോലും പിഴ ചൊല്ലി യാത്രയായി മരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ ഒടുവില യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു മരണത്തിൽ വന്നെത്തി പതിതമാമീ ലോകത്തിൽ പരമപിതാവിൻ പോവേണ്ടേ അവിടുന്ന് തലകുത്തി ചാടേണ്ടേ മൂന്നാം മല കയറി പോവേണ്ടേ അവിടുന്ന് തലകുത്തി ചാടേണ്ടേ ലഗേജ് കൂടിയിട്ട് എല്ലാരും മേൽക്ക് മേൽ ഡ്രസ് മാറിയിടാണ് എല്ലാരും കണക്കാണ്. ശങ്കു ഇത്രയാണ് തടിച്ചോ? മലേഷ്യയിൽ നിന്ന് ഇങ്ങനെ ഫുഡ് അടിക്കരുത് ശങ്കു. മലേഷ്യത്തെ ഫുഡോട് തടിച്ചോ? നിന്റെ കോലം പിന്നെ കാണിക്കാത്തല്ലേ. ഇങ്ങനെയൊക്കെ റിസാനെ തടിച്ച് കാണാൻ പറ്റുമല്ലോ അല്ലേ? ശങ്കു 4 ഡ്രസ് എല്ലാരും എത്ര നെട്ടിക്ക് ഇല്ല. ഞാൻ പിന്നെ കാണിക്കണില്ല, എന്നെ കാണിക്കാത്ത കൊറേ ഡ്രസ് ഉണ്ട്. ഈ പെട്ടിയുള്ള മൊത്തം ഡ്രസ് ഇട്ടാലും മിഠായി ഇവിടെ കൊടുത്ത് ഞങ്ങള് പോരൂല.
മലേഷ്യ തിരിച്ചു വരുമ്പോൾ ഞാൻ തടിച്ചു. കുറച്ച് മിഠായി കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാടാണ് ഇതൊക്കെ. മലേഷ്യ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ തടിച്ചിട്ട് വരാം. നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ ബാഗിലും സ്ഥലം കൂട്ടുക, അതിനുള്ള ബാഗേജ് റെഡിയാക്കാൻ പറ്റിയില്ല. സോ ഞങ്ങളെന്താക്കി ഡ്രസ്സൊക്കെ എടുത്ത് മേൽക്ക് മേലങ്ങ് ഇട്ട് മലേഷ്യൻ ബ്ലോഗ് ഇവിടെ തീർന്നു. യെസ്, ഇനിയിപ്പം ഇന്ത്യ എത്തി കഴിഞ്ഞാൽ അത് മലേഷ്യൻ ബ്ലോഗ് ആവാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചങ്ങ് നിർത്തുന്നു. സങ്കടം എന്തൊക്കെ വിളിച്ചാൽ മനസ്സിലാവില്ല. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കുറേ വെറുപ്പിക്കൊരു ശറപ്പറ വീഡിയോ ഞാൻ ഇട്ട് നിൽക്കുന്ന ബോധമുണ്ട്. പിന്നെ ഒരു മെമ്മറീസിന് അവിടെ അക്കൗണ്ട് കിടന്നോട്ടെ വെച്ചിട്ടാണ് ഇട്ടത്. ബൈ ഗൈസ്. ഗൈസ് ഇവിടെ നല്ലോണം ചെക്കിനൊക്കെ ഭയങ്കര പക്കാണ്. ബിക്കോസ് ഷൂ ഒക്കെ ഊരിക്കുന്നുണ്ട്. ഷൂ ബാക്കിയോ എല്ലാം ഊരിക്കുന്നുണ്ട്. ഒന്നും ഊരിക്കാത്തില്ല. എന്റെ ബാഗിൽ ഡ്രസ്സ് വരാൻ പറഞ്ഞില്ല. അതൊരു വലിയ കാര്യം. ഇത് DGR എന്ന മെയിൻ ഏരിയ, അതായത് ബാഗേജിൽ ആ കാണുന്ന എന്തൊക്കെ ഡേഞ്ചറസ് ഫുഡ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ നോക്കി കഴിഞ്ഞാൽ എക്സ്പ്ലോസീവ് അങ്ങനെയുള്ള കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അത് എന്താ പറയാ, നമ്മൾ കറക്റ്റായിട്ട് ഡിറ്റെയിൻ ചെയ്തിട്ട് മാത്രമേ കയറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ എടുത്ത് വെക്കും. പിന്നെ ഇത് ബയോമെട്രിക്കിലൂടെ ഇവിടെ കയറി പോകാൻ പറ്റും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് മലേഷ്യൻ എയർപോർട്ട്. ഇതിന്റെ കൂടെ എത്തിയിട്ടില്ല ചെക്കിങ് ചെയ്തിട്ട്. എന്താണേലും സ്പ്രേ അടിച്ചോളൂ. ആരാണെന്നോ അത് തിങ്ങിച്ചാവും. ഇരിക്കാൻ സ്ഥലം കിട്ടില്ലല്ലോ. എന്റെ മോളെല്ലാരും പറയാല്ലേ ഒരു 5 കിലോ ഞാൻ മേത്തിട്ട്. എന്റെ മോളെന്തിനാ ഇങ്ങനെ എല്ലാരും പറയണേ? എന്റെ മോള് പാവല്ലേ? 5 കിലോ ഞാൻ 2-3 ദിവസം ഒരുമിച്ച് ഒരു റൂമിൽ ഒരേ പാത്രത്തിലുണ്ട്, ഒരേ ബെഡിൽ കിടന്ന് 2 ദിവസം ചീത്ത. സത്യം, ഞങ്ങൾ കാരണം 2 ദിവസം ലേറ്റ് ആയി. കാരണം ഞങ്ങൾ രണ്ടാളും ഉറങ്ങി. ഇന്ന് എണീച്ചിട്ടില്ലേ? നോളെ എണീറ്റിക്കുന്നു. ഞാൻ 2 ദിവസം 3 ദിവസം എണീച്ചിട്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ ഫ്രീ ആയിട്ടൊന്ന് കൊടുക്കുന്നുണ്ടോ? ഫ്രീ ആയിട്ടൊന്ന് കിട്ടില്ല ഗൈസ്. അല്ല, ഫ്രീ ആയിട്ടൊന്ന് കിട്ടണ്ടോ നോക്കിയതാ. ബൈ ഗൈസ്, ഫ്ലൈറ്റ് കാണാം. ബൈ ഗൈസ്, നമ്മളിപ്പം വ്ളോഗിൻ്റെ എൻഡിലേക്ക് എത്തി. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ ചുമ്മാ വീഡിയോ എടുത്തു, ചുമ്മാ ആഡ് ചെയ്തു. ശരിക്കും വീഡിയോ നല്ല ലാഗ് ഉണ്ട്, ബട്ട് ഞാൻ ജസ്റ്റ് ഒരു മെമ്മറീസിനാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതോടെ ഞാൻ മലേഷ്യ ബ്ലോഗിന് വെറുപ്പിക്കൽ ഒഴിവാക്കുന്നു.